ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ മാനേജർക്കെതിരെ മൊഴി നൽകി ശുചീകരണ തൊഴിലാളി. കാടിനകത്ത് കുഴിയെടുക്കാൻ മാനേജർ വിളിച്ചു പറയുമായിരുന്നുവെന്നാണ് തൊഴിലാളിയുടെ മൊഴി. പിന്നീട് മൃതദേഹം കാടിനടുത്തേക്ക് എത്തിക്കും. ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വന്നുവെന്നും ശുചീകരണ തൊഴിലാളി മൊഴി നൽകി. ജീവനക്കാരൻ പറഞ്ഞ പ്രധാന സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണ്. ശുചീകരണ തൊഴിലാളി മൊഴിയെടുക്കുന്നത് 2ാം ദിവസവും തുടരുകയാണ്. ദീപക് മോഹൻ വിവരങ്ങൾ നൽകും. ദീപക്, ധർമ്മസ്ഥലയിൽ SITയുടെ മൊഴിയെടുക്കൽ തുടരുകയാണ്. ശുചീകരണ തൊഴിലാളി ഇന്നലെയും ഇന്നുമായി ഇപ്പോൾ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ പുതുതായി പുറത്തേക്ക് വരുന്നു? സ്മൃതി, ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപം നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ ഈ മംഗളൂരു കതിരിയിലുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ SITയുടെ ക്യാമ്പ് ഓഫീസ് തുറന്ന ഈ സ്ഥലത്തേക്ക് ശുചീകരണ തൊഴിലാളി അഭിഭാഷകർക്കൊപ്പം എത്തി 8 മണിക്കൂറിലേറെ നീണ്ട മൊഴിയെടുപ്പ് ഇന്നലെ നടത്തി. അതിൽ പ്രധാനപ്പെട്ട നിർണായകമായ പല വിവരങ്ങളും ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ വനമേഖലയ്ക്കടുത്ത് 3 കിലോമീറ്റർ ചുറ്റളവിൽ ഏതൊക്കെ ഭാഗത്താണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായി സ്ഥലങ്ങൾ അറിയാമെന്നും ഇന്നലെ ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിട്ടുണ്ട്. കാടിനുള്ളിൽ കുഴിയെടുക്കാൻ മാനേജർ വിളിച്ചു പറയും. അതനുസരിച്ച് പിന്നീട് മറ്റു വാഹനങ്ങളിൽ കാടിനടുത്തേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും. ഈ ലോഡ്ജിലും മരിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും അടക്കം നിരവധി മൃതദേഹങ്ങൾ ഇങ്ങനെ കാട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള നിർണായകമായ മൊഴി ഇന്നലെ ശുചീകരണ തൊഴിലാളി അന്വേഷണ സംഘത്തിന് മുൻപാകെ വെളിപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ ഈ കഴിഞ്ഞ ജൂലൈ 11-ാം തീയതി ഇയാൾ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ തലയോട്ടിയിലെ മണ്ണും ധർമ്മസ്ഥലയിലെ മണ്ണും ഒരുമിച്ച് പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ കാലപ്പഴക്കവും ഏത് സമയത്ത് ഏത് കാലത്താണ് ഇത് കുഴിച്ചിട്ടതെന്നതിനെ പറ്റി കൂടുതൽ വിശദമായ കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ പരിശോധന ഇന്നലെ തന്നെ അയച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ DGP പ്രണബ് മഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ ഇയാൾ 2ാം ദിവസവും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള കേസായതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ പ്രദേശത്ത് കുഴിച്ച് പരിശോധന നടത്തുക. ഇന്നലെ വിശദമായ മൊഴിയെടുപ്പ് നടന്നു. 8 മണിക്കൂറിലധികം മൊഴിയെടുത്തു. ഇന്നും മൊഴിയെടുപ്പ് നടക്കും. അതിനുശേഷമായിരിക്കും ഇനി ഇയാളുടെ മൊഴി അനുസരിച്ച് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള സ്ഥലം പ്രധാനപ്പെട്ട മൊഴിയുടെ വിവരങ്ങളാണ് ദീപക് മോഹൻ ധർമ്മസ്ഥലയിൽ നിന്ന് നൽകുന്നത്. ഈ കാട് കുഴിച്ചു ഉള്ള പരിശോധനയിലേക്ക് എപ്പോൾ കടക്കുമെന്നാണ് ഇനി അറിയേണ്ടത്.